ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വിദ്യാസ് റെസോയ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു കോഫി കേക്കാണ്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഒരു 3-4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കോഫി കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൈദാപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്, കുറച്ച് ഷുഗറുണ്ട്, ബട്ടറുണ്ട്, കോഫി പൗഡറുണ്ട്. ഈ ബട്ടറിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഗീ വേണമെങ്കിലോ ഓയിൽ വേണമെങ്കിലോ ഒക്കെ എടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ. കോഫി പൗഡർ ആണെങ്കിലും നമുക്കിഷ്ടമുള്ള ബ്രാൻഡിലുള്ളത് എടുക്കാം. പിന്നെ ഞാൻ കുറച്ച് വാനില എസൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ വേണം. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ബാറ്റർ ഒന്ന് റെഡിയാക്കുന്ന ടൈമിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതെല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റിൽ തന്നെ നമ്മൾ കുറച്ച് വെള്ളമാണ് എടുക്കുന്നത്. ഇതിലെ സ്ഥാനത്ത് നമ്മൾ ചിലപ്പം എഗ്ഗ് എടുക്കും, ചിലപ്പോൾ മിൽക്ക് എടുക്കും. ഇതൊന്നും അല്ല നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഇന്ന് നമ്മൾ കുറച്ച് വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് കോഫി പൗഡർ ഇടുക. പിന്നെ നമ്മൾ ഷുഗർ ആഡ് ചെയ്യും. പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കും. അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ കട്ടൻ കാപ്പിയാകും. അപ്പോൾ ശരിക്കും ഇന്ന് കട്ടൻ കാപ്പി വെച്ചിട്ടുള്ളൊരു കേക്കാണ്. ഇതൊന്ന് മെൽറ്റ് ആകുന്നിടം വരെ നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിന്ന് ബീറ്ററൊന്നും എടുക്കുന്നില്ല. അപ്പം കുറച്ച് സമയമെടുത്ത് ഈ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റ് ആകുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ കട്ടൻ കാപ്പി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി ബട്ടറാണ് എടുക്കുന്നത്. ഇപ്പോൾ ബട്ടറിന് കുറേ നേരമായി ഞാനെടുത്ത് പുറത്ത് വെച്ചിട്ട്, അപ്പോൾ ബട്ടർ ഇപ്പോൾ ഗീയുടെ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളെടുത്ത് വെച്ചിരുന്ന മൈദാപ്പൊടി ഒരു അരിപ്പയിലൂടെ ഇടുക. അറിയാമല്ലോ കേക്കൊക്കെ റെഡിയാക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് കേക്കിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ബേക്കിംഗ് പൗഡറാണ് ഇടുന്നത്. അപ്പം അതൊരു ടീസ്പൂണോളം ഇടുന്നുണ്ട്, 1.5 ടീസ്പൂണോളം ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് സാൾട്ടാണ് ഇടുന്നത്. എന്നിട്ടിത് നമ്മളൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇടഞ്ഞിടുക. ഇത് വേറെ ഒരു പ്ലേറ്റിലേക്ക് അരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. നേരിട്ട് ഇതിലേക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് കുട്ടികളൊക്കെ ഇപ്പോൾ സ്കൂളിലൊക്കെ പോയിട്ട് വരുന്നവർക്കൊക്കെ വളരെ എളുപ്പത്തിലൊരു കോഫി കേക്ക് വീട്ടിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയല്ലോ, അത് വെച്ചിട്ട് നമുക്ക് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും. ഇതിനിപ്പോൾ ഒരു കട്ടകളൊന്നും വരുത്താതെ നമ്മൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇന്ന് നമ്മൾ ഓവനിലൊന്നും അല്ല ചെയ്യുന്നത്, നമ്മുടെ കോഫി പാനിൽ തന്നെ കോഫി പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. സോറി, മഗ്ഗല്ല, നമ്മുടെ കോഫി ചരുവത്തിലാണ് ഉണ്ടാക്കുന്നത്, കാപ്പിപ്പാത്രത്തിൽ, സോറി. അപ്പം ഇതിലേക്ക് നമ്മൾ കുറച്ച് വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല അടിപൊളി കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ വെച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനിതിപ്പോൾ കോഫി പാത്രത്തിൽ തന്നെയാണ് വെക്കുന്നത്. ഒരു ബട്ടർ ഷീറ്റ് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അതിനകത്തിൽ. അപ്പോൾ ഇതിലേക്ക് വെച്ചിട്ട് നമ്മുടെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുന്ന പോലെ ഞാനൊരു ദോശക്കല്ലും അതുപോലെ തന്നെ പ്രീ ഹീറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഒരു 6-7 മിനിറ്റായി നന്നായിട്ട് ഇതൊന്ന് പാറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 6-7 മിനിറ്റ് ഞാൻ ആ ദോശക്കല്ലാണെങ്കിൽ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഫ്ലെയിമൊക്കെ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊരു 20 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മുടെ അടിപൊളി കോഫി കേക്ക് റെഡിയാകും. Faster. No, you're not going to start by using it. No, I didn't. I am doing it. Coffee cake. Stop saying coffee cake. അപ്പം നന്ദുവിന് ശരിക്കൊക്കെ ഒരേ നിർബന്ധമായിരുന്നു. അപ്പോൾ ആ കോഫിയുടെ മണ്ടയ്ക്ക് ഒരു സോസ് പോലെ ഒരു ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലും വേണമെന്ന്. അപ്പോൾ രണ്ടുപേരുടെയും കയ്യിൽ ഞാൻ കുറച്ച് മിൽക്ക് പൗഡറും കോഫി പൗഡറും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇതുപോലെ തന്നെ ആണെങ്കിൽ നമുക്ക് ടീ കേക്ക് പോലെ തന്നെ കഴിക്കാൻ പറ്റും.
അപ്പോൾ അവർക്ക് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഇതൊന്ന് നമ്മളത് ഒഴിക്കുമ്പോൾ ഇത് ഭയങ്കര ഒരു ഗ്ലോസി ആയിട്ടിരിക്കുമല്ലോ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റി ഞാൻ കുറച്ച്, എങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു സോസ് പോലെ ഇതിൻ്റെ മണ്ടയ്ക്ക് ഒഴിക്കുമ്പോഴത്തേക്കിന് അത് അങ്ങ് ഉള്ളിലേക്ക് എടുക്കത്തുള്ളൂ. അത് ഉള്ളിലേക്ക് അങ്ങോട്ട് അബ്സോർവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ മണ്ടയ്ക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അത്ര മാത്രം, ഇതൊന്നും വേണമെന്നില്ല. നമ്മൾ ടീ കേക്ക് പോലെ കഴിക്കാനായിട്ട് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുണ്ടല്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയുക. ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.